ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു സജനാമാസ് ലിറ്റിൽ വേൾഡ്. ഞാൻ 2-3 കുരുമുളക്, പച്ചക്കുരുമുളക് തേടി ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ഇന്നത്തെ ഡിഷിനായിട്ടുള്ള ഒരു സംഭവമാട്ടോ. ഈ പച്ചക്കുരുമുളക് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള ചക്കമരത്തിൽ, അതായത് പ്ലാവിൽ ഉള്ള പടർത്തിയിട്ടിരിക്കുന്ന കുരുമുളകിൻ്റെ വള്ളിയായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തനി നാടൻ ഒരു മട്ടൺ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ലൊക്കാലിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു തനി നാടൻ ആ മട്ടൺ റെസിപ്പി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹം എന്നേ തോന്നുക. അത് ഷെയർ ചെയ്യണം. ഭയങ്കര വെറൈറ്റി ഒരു ടേസ്റ്റാട്ടോ. അത് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുമെന്നറിയില്ല. സാധാരണ ഞാൻ നല്ല രീതിയിൽ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് പറയുക. അപ്പോൾ നമുക്ക് ഇനി കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ വരുന്ന മട്ടനാണ് കേട്ടോ. അതിൽ ലെഗിൻ്റെ ഉണ്ടോ, എല്ല്, അതിൻ്റെ പീസസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊഴുപ്പ്, ഇതുപോലെയുള്ള കുഞ്ഞ് 1-2 കൊഴുപ്പേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വിനീഗറിലും ഉപ്പിലും ഒത്തിരി വെള്ളത്തിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത മട്ടനാണ് കേട്ടോ. മട്ടൻ്റെ സ്മെല്ല് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് മാക്സിമം ക്ലീൻ ചെയ്യുക. അതിൽ ഞാൻ ഒരു പൊട്ടാറ്റോയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൽ ഈ പൊട്ടാറ്റോ ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ നാടൻ മട്ടൻ കറിക്ക്. അതുകൊണ്ടാണ് നമ്മൾ മിക്കപ്പോഴും സാധാരണ ഈ കറി വയ്ക്കുമ്പോൾ പൊട്ടാറ്റോ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഈ നാടൻ കറിക്ക് നമുക്ക് കൂടുതൽ ടേസ്റ്റ്ഫുൾ ആകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ചെറിയ ഉള്ളിയാണ്. ഒരു 10-25 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാ ഉള്ളിയും ഞാൻ സ്ലൈസ് ആക്കിയിട്ടില്ല. ചെറിയ ഉള്ളികളൊക്കെ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത്തിരി വലിപ്പമുള്ള ഉള്ളികൾ മാത്രമാണ് 2-3 പീസാക്കി ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞു സവാള സ്ലൈസ് ചെയ്തത്, പച്ച മല്ലിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത മല്ലിയാട്ടോ. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. ഇതിനെ നമ്മൾ പിന്നെ നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ സ്മാഷായിട്ട് പൊടിച്ച് ചേർക്കണം. അതുപോലെ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത്, ഈ മല്ലിയുടെ അളവ് ഈ സ്പൂണിൽ 2 സ്പൂണാണ് കേട്ടോ. ഈ മല്ലി പൊടിച്ചെടുക്കുന്നത്. കുരുമുളക് എന്ന് പറയുന്നത് ഇതിൽ 1.5 സ്പൂണാണ്. പച്ച കുരുമുളകുണ്ടല്ലോ, ഇതും കൂടി ഇതിൽ നമ്മൾ സ്മാഷ് ചെയ്തിടുമ്പോഴത്തേക്ക് ഇതിൽ 1.5 സ്പൂൺ ഈ ക്രഷ് ചെയ്ത കുരുമുളകിൻ്റെ ആവശ്യമേ വേണ്ടി വരുള്ളൂ. അതുപോലെ തന്നെ 5 പച്ചമുളക്, 2 തക്കാളി, ഒരു 10-25 വെളുത്തുള്ളി, 2-3 പീസ് ഇഞ്ചി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്. മാക്സിമം നമ്മൾ വെളുത്തുള്ളി കൂട്ടിയിടുക. ഈ കറിയുടെ ഏറ്റവും നല്ല ഫ്ലേവർ കിട്ടുന്നത് ഈ കുരുമുളകിൽ നിന്നും വെളുത്തുള്ളിയിൽ നിന്നും ഇഞ്ചിയിൽ നിന്നുമാണ് കേട്ടോ. ഇതിൽ മുളക് പൊടി ചേർക്കാറേ ഇല്ല. ഈ കറിയിൽ മുളക് പൊടി എന്നുള്ള സംഭവമേ ഇല്ല. പിന്നെ ഉപയോഗിക്കേണ്ടത് നാടൻ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം ഉണ്ടല്ലോ, നാടൻ സാധനങ്ങൾക്ക് അവർ ഓൺ കറിവേപ്പില. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ കുക്കിംഗ് വേളയിൽ പറയാം. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ ഒരു കുക്കറിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. അതിനുശേഷം ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി അറിയാമല്ലോ ഏകദേശം നമുക്ക് എത്രയാണ് വേണ്ടി വരുന്നതെന്ന്. ഞാൻ ഇതിലൊരു 3/4 സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ഇല്ലേ, മൊത്തം ഇടണ്ട കേട്ടോ, അതിൻ്റെ പകുതി ഇട്ടാൽ മതി. എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ നേർപകുതി. അതുപോലെ എടുത്തു വെച്ച പച്ച കുരുമുളകില്ലേ, അത് ഞാൻ നല്ലതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. പച്ച കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണയും ഒഴിച്ച്, ഓക്കെ, നല്ലതുപോലെ ഇതിനെ പെരകുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഫ്ലേവർ വരത്തുള്ളൂ. കറിവേപ്പില കൂടി ഇട്ട് നല്ലതുപോലെ പെരുക. ഒരു സംഭവം കൂടി മറന്നുപോയി കേട്ടോ. ഈ സമയം തന്നെ നമ്മൾ കുറച്ച്
നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ, നേർപകുതി. അതും ഇതിൽ ഇട്ടിരിക്കുന്നത് നേർപകുതിയാണ്. ബാക്കി നമുക്ക് പിന്നെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതിൽ പെരുകി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. കുക്കിങ്ങിനായിട്ട് മട്ടൺ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്താ ഈ ഒരു ബൗളിൽ ഇത്ര വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് കുക്കാവുന്നത്. നമ്മൾ നോക്കുമ്പോൾ കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കുക്കറിൽ മട്ടൺ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഓക്കെ. ചൂടായ വെളിച്ചെണ്ണയിൽ നമുക്ക് ആദ്യം കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് തക്കോലം, പട്ട, ഒരു ഗ്രാമ്പൂ അങ്ങനെ ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ ഗരം മസാല പിന്നെ ചേർക്കും, എന്നാലും ഇത് ഫസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ആദ്യം ചെറിയ ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ചെറിയ ഉള്ളിക്ക് കുറച്ച് ടൈം എടുക്കും. സവാളയെ അപേക്ഷിച്ച് ചെറിയ ഉള്ളി വഴന്ന് വരാൻ കുറച്ച് ടൈം എടുക്കും. സ്വല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ 4-5 പച്ചമുളകും ഞാൻ ഈ സമയത്ത് കൊടുക്കുകയാണ്. ഞാൻ 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് ആദ്യം നല്ല ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് കുറഞ്ഞ സിമ്മിലിട്ട് നല്ലതുപോലെ ഈ ചെറിയ ഉള്ളിയെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചെറിയ ഉള്ളി വഴന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ സിമ്മിലിട്ട് നല്ലതുപോലെ വീണ്ടും വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ 2 ഉള്ളിയും ചെറിയ ഉള്ളിയും സവാളയും ഒരുവിധം നല്ലതുപോലെ വഴന്ന് വരുന്നുണ്ട്. ആ സമയം നമ്മൾ എടുത്ത് ബാക്കി വെച്ചിരുന്ന പകുതി പോർഷൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ കുറഞ്ഞ സിമ്മിലിട്ട് ചെറുതായിട്ട് നല്ല മണമാണ് കേട്ടോ ഈ സമയമൊക്കെ. ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എത്ര നമ്മൾ എന്താണ് മോഡേൺ ആയാലും ഈ കറികളുടെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരിക്കലും നാവിൽ നിന്ന് പോകില്ല കേട്ടോ. അത്ര പഴമയുള്ളൊരു കറിയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് എൻ്റെ ഓർമ്മ വയ്ക്കുന്ന ഒരു 5-6 വയസ്സിലെ ഓർമ്മകളിൽ പോലും ഞാൻ കഴിച്ചിരുന്ന ഒരു ഇഷ്ടപ്പെട്ട കറികളിലൊന്നായിരുന്നു ഈ മട്ടൻ കറി എന്ന് പറയുന്നത്. നമ്മുടെ മട്ടൻ ഓൺ കുക്കിങ്ങിലാണ്. അപ്പം ഞാൻ ഇപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ കുക്കറും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ മട്ടൻ കറിയും ചിക്കൻ കറിയും എല്ലാം കഴിച്ചിരുന്നു. അപ്പോഴന്നൊക്കെ വീട്ടിൽ ഗ്യാസും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ ചെറുതിലേന്നും. അപ്പം നമ്മൾ ചിന്തിക്കും, ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, അതെങ്ങനെയാണ് അത് സാധാരണ അടുപ്പിലിട്ട് എത്ര ടൈം എടുക്കുമായിരിക്കും അല്ലേ മീറ്റൊക്കെ വെന്ത്. എല്ലാം ഒരു മെജോറിറ്റി ആൾക്കാരുടെയും ലൈഫ് അങ്ങനെ തന്നെ ആയിരുന്നു പണ്ട്. ആ കാലവും നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ സൗകര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് വയ്ക്കുക. ടൊമാറ്റോ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനൊരു പാൻ വെച്ചിട്ട് നല്ലതുപോലെ അടയ്ക്കുക. ഈ പാനിന് ഒരു ടോപ്പ് വെച്ച് നല്ലതുപോലെ കുറഞ്ഞ ചിമ്മിട്ട് അടച്ച് നല്ലതുപോലെ ടൊമാറ്റോ വേവിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് ആ കുക്കിംഗ് സമയത്തെ ഒരു ബോറടി മാറ്റാണ് കേട്ടോ. അതുപോലെ നമ്മുടെ പഴയ കാലങ്ങളിലേക്കുള്ള ഓർമ്മകൾ വരും ചില സമയത്ത്. അങ്ങനെ സംസാരിക്കുന്നതാ, ബോറിംഗ് ആണെന്ന് തോന്നുമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ
സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നല്ലതുപോലെ വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, നാടൻ കറിക്ക് മാക്സിമം കറിവേപ്പില കൂട്ടുന്നത് അത്രയും നമുക്കൊരു ഫ്ലേവർ തരും. ഈ ടൈം നമുക്ക് നേരത്തെ നമ്മൾ പച്ചമല്ലി എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ, ആ പച്ചമല്ലി പൊടിച്ചതിന് ഈ ടൈം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് മിക്സിയിലിട്ട് ഞാൻ നല്ലതുപോലെ, ഒരുപാട് സ്മാഷ് ആവണ്ട കേട്ടോ, ചെറിയൊരു തരിതരിപ്പ് വേണം. ആ പച്ചമല്ലിയും അതിലിട്ട് കൊടുത്ത് ആ ബാക്കി വെച്ചിരുന്ന ക്രഷ് ചെയ്ത കുരുമുളകും കൂടി നമ്മുടെ മട്ടൻ പ്രോസസ്സിംഗിലാണ് കേട്ടോ. 3 വിസിലായി കേട്ടോ. അവർ 5-6 വരെയെങ്കിലും പോകട്ടെ എന്ന് ഞാൻ കരുതുന്നു. കാരണം ചില മട്ടൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതിന് ചിലപ്പം കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഈ മസാലയുടെയും ഈ തക്കാളിയുടെയും സവാളയുടെയും എല്ലാ ഫ്ലേവറും കൂടെ കിട്ടുന്നത് വരെ നമുക്ക് കുറഞ്ഞ സിമ്മിലിട്ട് കുറച്ച് സമയം കൂടി ഇതിനെ കുക്ക് ചെയ്യാം. ഈ സമയം കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മട്ടൺ ഓൺ കുക്കിംഗ് പ്രോസസ്സിങ്ങിലാണ്. അത് കുക്കായതിനു ശേഷം വേണം നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് ശരിക്കുള്ള മട്ടൻ കറിയുടെ രൂപത്തിൽ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ നമ്മുടെ മട്ടൻ ഓൾറെഡി എല്ലാം കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ചൂടടിക്കുന്നതുകൊണ്ട് തൊടാൻ പറ്റുന്നില്ല. നല്ല കുക്കായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഒരുവിധം അതിൽ കൂടെ വെന്ത് ഇങ്ങനെ ചേർന്നിട്ടുണ്ട്. ഇത്ര ഗ്രേവി വേണം കേട്ടോ. അതേസമയം നമ്മുടെ കൂട്ടിൻ്റെ സ്റ്റേജ് ഇതാണ് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടി നമ്മൾ ഈ വെളുത്തുള്ളി, സവാള, ഇഞ്ചി, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഗരം മസാല എല്ലാം ഇട്ട ഈ കൂട്ടിനെ വെന്ത ഈ മട്ടനിലേക്ക് തട്ടിക്കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് അതിനെ ഇളക്കുക. നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്ക് നല്ലൊരു മട്ടൻ കറിയുടെ മണം അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. അതെ, ഇപ്പോൾ തന്നെ നോക്കിക്കേ, ഉണ്ടോ ആ ഗ്രേവിയുടെ ഒരു തിക്നെസ്, ആ കളർ. ഈ കളറേ വരാവൂ, ഒരിക്കലും റെഡ് കളറോ ഒന്നും വരാൻ പാടില്ല. ഒരു ഗ്രീനിഷ് ആയിരിക്കണം, വൈറ്റും അല്ല ഗ്രീനും അല്ലാത്ത കളറായിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ കുക്കറിനെ അടച്ച് ഒരു 5-6 മിനിറ്റ് കുറഞ്ഞ സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാടൻ കണ്ടോ, നാടൻ മട്ടൻ കറി കുക്കായിട്ടുണ്ട്. നല്ല എന്താ പറയേണ്ടത്, നല്ലൊരു കൺസിസ്റ്റൻസി കേട്ടോ. നല്ല കുറുമയുടെ കൂട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സമയം ഉണ്ടല്ലോ ലാസ്റ്റ് എൻ്റെതായ ചെറിയ പൊടിക്കൈകളാണ് കേട്ടോ. ഇത്തിരി ചതച്ച കുരുമുളകുണ്ടല്ലോ, നല്ല ഫ്ലേവറായി ഈ സമയത്ത് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഈ ചൂടിൽ കിടന്ന് അത് ചെറുതായിട്ട് കുക്കാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് സ്വല്പം ലാസ്റ്റ് നമ്മൾ ഒഴിക്കേണ്ടത് എന്താ, സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ സംഭവം സൂപ്പറാണ്. കണ്ടോ, ഇതിനെ ഞാൻ സെറ്റ് ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് ഗീ റൈസാണ് കേട്ടോ. അത് കുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല, ലെങ്തി ആയി പോകുമെന്ന് കരുതിയിട്ടാണ് വീഡിയോ. അത് ഇനി വരുന്നൊരു വീഡിയോയിൽ കാണിക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഗീ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം.
പരിപ്പ. ഓക്കെ, കഴിക്കുമോനെ. അതിനുശേഷം നമ്മുടെ കുർമ, അവർ ഓൺ കുർമ എന്നല്ല, നാടൻ മട്ടൻ കറി. ഓക്കെ, കഴിച്ചു നോക്കിക്കോ മോനെ. സത്യം പറഞ്ഞാൽ ഞാനായിട്ട് എരിവോ ഉപ്പോ ഉള്ളതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. നേരത്തെ എനിക്ക് ഓർമ്മ വരുന്നത് നോക്കുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് ഉണ്ട്. എരിവ്, ഉപ്പ് നല്ലതുപോലെ പെരകി കഴിക്കും. ഒരു പപ്പടവും കൂടെ കഴിക്കുമോനെ. കഴിക്കുന്ന ഫാസ്റ്റായിട്ട് കഴിച്ചു നോക്കിക്കേ, ടേസ്റ്റ് ഉണ്ടോ നോക്കിക്കേ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ടേസ്റ്റുള്ള ഭക്ഷണം വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിക്കാൻ തോന്നില്ല കേട്ടോ. കഴിച്ചു നോക്കട്ടെ. എരിവും ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെ ഫ്ലേവറും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പോലും കരുതിയില്ല ലാസ്റ്റ് എൻഡിങ് ഇങ്ങനെ ആകുന്നു. എപ്പോഴും ഇതിൻ്റെ കളർ ഈ ഒരു കളറായിരിക്കണം കേട്ടോ. എപ്പോഴും ഇതിൻ്റെ കളർ ഇതാണ് മാക്സിമം അതിൻ്റെ കളർ എന്ന് പറയുന്നത്. ഈ ടെക്സ്ചർ ആയിരിക്കണം. അത്ര തിക്നെസ്സും പാടില്ല, ലൂസും ആവാനും പാടില്ല. ആ മട്ടൻ്റെ ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ നാടൻ മട്ടൻ കറിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കലും ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നത് വെറുതെയല്ല, ശരിക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുന്നേയുള്ള വീഡിയോസും കണ്ടിട്ടില്ലാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല കുഞ്ഞൂസ് കഴിക്കുന്നത് ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല മട്ടൺ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സജനാമാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ നമുക്ക് ഇനി കുക്കിംഗ്